പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നത് ചോദിച്ചേ? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്കേ, അയാളെ ഷാപ്പിലുണ്ട്. വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവൻ ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിച്ചത് പിന്നെ ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. മുളച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ്. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണ്? ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിക്ക് താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ അവിടെ പ്രശ്നം? വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാത്ത വിചാരിച്ച് ഞാനും പറഞ്ഞു കയറി കൊള്ളാം. കാശ് ചെയ്തേ ഇവരെന്താ കാശ് ചെയ്തേ? നിങ്ങളുടെ കാശ് പെട്ടി വണ്ടി എന്താന്ന് വെച്ചാൽ ഇറങ്ങി. ഈ വണ്ടി പോകത്തില്ല. എനിക്കൊന്നും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോകും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ. വിളിക്കാന്ന് പറഞ്ഞാൽ